ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മി എന്നോട് ഇനി ഒന്നും പറയണ്ട. മമ്മി ഇപ്പൊ എന്നെയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാ. അവളെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ മമ്മിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ ഇവളെ വെറുതെ വിടുന്നു കരുതണ്ട. ഇതിവിടെ ഇരുന്നോട്ടെ. കൃഷ്ണയ്ക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നാല് മാറാൻ അത്യാവശ്യമാണല്ലോ. എങ്കിൽ അത് വെറുതെ സൂക്ഷിച്ചു വെക്കണ്ട. ഫ്രെയിം ചെയ്തന്നെ വെച്ചേക്ക്. മമ്മിക്ക് അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവൾ ഉപയോഗിക്കുന്ന ഈ പഴംതുണിയോട് പോലും അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങി അല്ലേ? ഗാതമോളെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട. എന്താവശ്യമില്ലാത്ത കാര്യം? ചാകം പോയ എന്നെ എന്ത് പറഞ്ഞ മമ്മി വിളിച്ചോണ്ട് വന്നേ? അവളെ കുറിച്ച് ഒരു ചിന്ത പോലും മനസ്സിലുണ്ടാവില്ല. എന്നെ മാത്രമേ സ്നേഹിക്കൂ എന്ന് പറഞ്ഞതാ. എന്നിട്ട് അവളെ ആരും സ്നേഹിക്കണ്ട. അവൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനോടും ഒരാൾക്കും ഒരു സ്നേഹം തോന്നാൻ പാടില്ല. മോളെ, ഗാഥ, മോളെ നീ എന്തായി കാണിക്കുന്നേ? ഈ വീട്ടിൽ ആരെങ്കിലും അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഇതായിരിക്കും ഞാൻ ചെയ്യാ. കേട്ടല്ലോ എല്ലാരും? നന്ദി കേട്ടവള്. ഇത് കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും വെച്ചോളൂ. പാവം മേഡം, കൃഷ്ണയുടെ കാര്യത്തില് എന്താ അങ്ങനെ തോന്നിയെന്ന് അറിയില്ല. എന്തൊരു ആന്തയെ ഗാഥ മേഡം കാണിച്ചു കൂട്ടുന്നേ. ഇതിനൊക്കെ ദൈവം പകരം ചോദിക്കാതിരിക്കോ? ഹലോ നവീൻ. നവീൻ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം. ലൗഡ് സ്പീക്കറിലിട്. ഇട്. ആ നവീൻ, കേക്കാവോ? ആ കേക്കാം മാഡം. മാഡം വീട്ടിലല്ലേ? അതെ. ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചത്. എന്തിന്? ഗാഥയെ പോലെ ബുദ്ധിമതിയായ ഒരു മകളെ എനിക്ക് തന്നെ. മാഡം, കളരിക്കൽ ഗ്രൂപ്പ് ഈ സർക്കാരിന്റെ വലിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കാൻ പോവാ. ആണോ നവീൻ? അതൊരു ഗ്രേറ്റ് ന്യൂസ് ആണല്ലോ. ഗ്രേറ്റ് ന്യൂസ് ആണ്. പക്ഷേ ആ ഗ്രേറ്റ്നെസ് ഗാഥയ്ക്കുള്ളതാ, മാഡത്തിന്റെ മകൾക്ക്. എനിക്ക് മനസ്സിലായില്ല. മാഡത്തിന്റെ വീട്ടിൽ വളർന്ന ഒരാള് ഒരു ബിസിനസ് ഐഡിയ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഗാഥ എന്നോട് പറഞ്ഞ ബിസിനസ് ഐഡിയ ആക്ച്വലി സർപ്രൈസിംഗ് ആണ്. എന്ത് ബിസിനസിനെ കുറിച്ചാ നവീൻ പറയുന്നേ? മാഡം, മുമ്പൊരു ദിവസം എൻ്റെ ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ ഞാൻ ഗാഥയെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് ഞാൻ ഗാഥ എടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഐഡിയ സജസ്റ്റ് ചെയ്യാനുണ്ടോന്ന്. ഗാഥ ഒരു ഐഡിയ പറയുകയും ചെയ്തു. നമ്മുടെ നാട്ടില് ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധജനങ്ങൾക്ക് വേണ്ടി കുറെ സ്നേഹഭവനങ്ങൾ. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാളത് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞ എൻ്റെ എല്ലാ കൺസെപ്റ്റുകൾക്കും പുറത്തായിരുന്നു അവരുടെ എക്സ്പ്ലനേഷൻ. എൻ്റെ പ്രോപ്പർട്ടിയിൽ
ഞാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒപ്പം ഹൗസിംഗ് ബോർഡിലേക്ക് ഒരു ആപ്ലിക്കേഷനും അയച്ചു. ഗാഥ പറഞ്ഞു തന്ന അതേ ഐഡിയാസ് ഇപ്പോ ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്തു. ഓ ഇനി ബാക്കിയുള്ളത് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് മാത്രം. മിനിസ്റ്ററുടെയും ഹൗസിംഗ് ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തില് സ്നേഹഭവനത്തിന്റെ ഐഡിയ പ്രസന്റ് ചെയ്യുന്നത് ഗാഥ തന്നെയാണ്. മേഡം എന്തൊന്നും പറയാത്തത്? മകളെക്കുറിച്ച് ഇത്രയും വലിയൊരു വാർത്ത കേട്ടിട്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. അല്ല, എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. മേഡം, പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കളരിക്കൽ ഗ്രൂപ്പിന്റെ എല്ലാ പ്രൊജക്ട്സും ഗാഥയുടെ സാന്നിധ്യത്തിലാവും. ഗാഥയുടെ ഐഡിയ ഉണ്ടാവും. ഓരോ പുരുഷന്റെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയുന്നത് സത്യമാണ്. എന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പിറകില് താങ്ങായി നിൽക്കുന്നത് മേഡത്തിന്റെ മകള് ഗാഥ തന്നെയായിരിക്കും. മേഡത്തിന് മകളെക്കുറിച്ച് അഭിമാനിക്കാം. ആൻഡ് താങ്ക്സ് മാഡം, ഇത്രയും നല്ലൊരാളെ എന്റെ ലൈഫിലേക്ക് പാർട്ട്ണറായി തന്നു. പിന്നെ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് ഗാഥ എടുത്ത് വിളിക്കാൻ പറയാം. എല്ലാ ഡീറ്റെയിൽസും ഗാഥ പറയും. ഓക്കെ നവീൻ, ഓക്കെ. എന്താ മമ്മി കേക്കുന്നേ? ആ വിവരം കിട്ടവള് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞോ അത് വിശ്വസിക്കുന്നവനാണോ ഈ നവീൻ? അത് കേട്ടെടുക്കുന്നവരാണോ ഇവിടുത്തെ ഗവൺമെന്റ്? ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ മുന്നിൽ ചെന്നിട്ട് അവൾ എന്ത് ചെയ്യാനാ? ഓ, വെറുതെ മറ്റുള്ളവരെ നാണം കെടുത്താനായിട്ട് ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. കൃഷ്ണയ്ക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് എന്ന് കരുതി അവൾ നമ്മൾ കരുതും പോലൊരു പെൺകുട്ടിയല്ല. അവളുടെ ബുദ്ധി പല ഘട്ടത്തിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് മോളെ. ഷീസ് ഗ്രേറ്റ്. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേന്ന്? ഷീസ് ഗ്രേറ്റ് എന്നോ? ഗാഥ, വേണ്ട മമ്മി. മമ്മി എന്നോട് ഇനി ഒന്നും പറയണ്ട. മമ്മി ഇപ്പൊ എന്നെയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാ. അവളെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ മമ്മിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ അവളെ വെറുതെ വിടുന്നു കരുതണ്ട. ഇതിനൊക്കെ ഞാൻ അവളോട് പ്രതികാരം ചെയ്തിരിക്കും. ഗാഥ മോളെ, മമ്മി എന്നെ പ്രൊവോക്ക് ചെയ്യല്ലേ? പ്രൊവോക്ക് ചെയ്താ ചിലപ്പോ ഇന്ന് തന്നെ മമ്മിക്ക് അവളുടെ മരണ വാർത്ത കേൾക്കേണ്ടി വരും. ഇവളെ കൊണ്ട് തോറ്റല്ലോ ഞാൻ. ഒരു കാര്യമില്ലാതെ ഏത് സമയം പിണങ്ങിക്കൊണ്ടിരിക്കും. ഇനി ഇതിന്റെ പിന്നാലെ നടക്കാൻ ഞാനില്ല. വാശിയെങ്കിൽ എനിക്ക് വാശിയാ.